ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് സൺഡേ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ ഇന്നലെ നൈറ്റ് തൊട്ടേ തുടങ്ങിയ മഴയാണ്. രാവിലെ ആയിട്ടും ആ മഴയ്ക്കൊരു കുറവില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ, അതായത് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ ശക്തമായിട്ടുള്ള മഴയൊന്നുമല്ല, എന്നാലും ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും റിമൂവ് ചെയ്യുന്നത്. എനിക്ക് ഉള്ളത് വൈറ്റ് ഹെഡ്സാണ്. അപ്പോൾ ഞാൻ അത് റിമൂവ് ചെയ്യുന്ന ഒരു ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ എല്ലാവരും ഞങ്ങൾ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് സ്ക്രബ് ചെയ്യുന്നതാണ്. ഞാനിങ്ങനെ ഫേസിൽ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഒരു വർഷമായിട്ട് ഞാനിങ്ങനെ സൺസ്ക്രീൻ ആയാലും ഫേസ് വാഷൊക്കെ ആയാലും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. എൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കാം. എസ്പെഷ്യലി മുട്ടയടിച്ചതിനെ പറ്റിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമെന്നായിരുന്നു. അത് എന്തിനാണ് ഞാനൊരു പോസ്റ്റ് ഇട്ടതെന്ന് വെച്ചാൽ, ഞാൻ പഴനി വ്ളോഗും അതുപോലെ തന്നെ അതിൻ്റെ മുട്ടയടിച്ചതിൻ്റെ ഒരു സെപ്പറേറ്റ് വ്ളോഗും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻസ്, കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കുറേ പേര്, അതുകൂടാതെ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും കൂടെ എപ്പോഴും ഇപ്പോൾ റിപ്ലൈ ചെയ്ത് വീണ്ടും ആ ക്വസ്റ്റ്യൻസ് തന്നെ ആവർത്തിക്കും. അപ്പോൾ അതൊരു സെപ്പറേറ്റ് ആയിട്ടൊരു എൻ്റെ എന്താ പറയുക, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊരു ഉത്തരം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനതിനൊരു റിപ്ലൈ ആയിട്ട് ഒരു സെപ്പറേറ്റ് വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ഫുഡ് നോക്കടി. ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഈ ഒരു റെൻറ്റഡ് സ്പേസിലോട്ട് മാറിയതിന് ശേഷം ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്ത് ഒരു ഇത്തയുടെ അടുത്ത് ഹോംലി ആ ഇത്ത ഉണ്ടാക്കി കൊണ്ടുവന്ന് തരും എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസം എക്സൈറ്റഡ് ആണ്, ഈ ഫുഡ് എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇന്ന് ഈ ഒരു മിക്സഡ് റൈസ്, പിന്നെ സൺഡേ ആണ്, അപ്പോൾ അത് കിട്ടുമ്പോൾ ഒരു എന്താ പറയുക, ഉള്ളിൽ നിന്ന് വന്നൊരു സന്തോഷമാണത്. എസ്പെഷ്യലി ഇത്തനോട് ഞാനൊരു ബിഗ് താങ്ക്സ് പറയുന്നു. കാരണം ഹോസ്റ്റൽ ഫുഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഫുഡ് കിട്ടുമ്പോൾ, അതായത് ഞാൻ നിന്നൊരു ഹോസ്റ്റലിൽ നിന്ന് ഈ ഒരു ഇതിനകത്തേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഓരോ ദിവസം ഫുഡ് കഴിക്കാനായിട്ടും ടേസ്റ്റ് ചെയ്യാനൊക്കെ. പ്രത്യേകിച്ച് ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കറിയാം, സാറ്റർഡേ നമുക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളെന്ന് തന്നെ പറയാം. ആ ദിവസം നമുക്ക് കിട്ടുന്ന ഫുഡ് അത് നല്ല ഫുഡാണ്, നമ്മൾ വളരെ ഹാപ്പി ആകും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സാണ്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു ടിന്നിനകത്തേക്ക് ആക്കിയിടുമായിരുന്നു. കാരണം എനിക്ക് എടുക്കാനും ഒക്കെ എളുപ്പം. ഞാൻ ഏറ്റവും മേളിലാണ് വെച്ചേക്കണം, അപ്പോൾ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഓട്സിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക്, അതായത് ഹോസ്റ്റലേഴ്സിന് പറ്റിയ ഓട്സിൻ്റെ റെസിപ്പീസ് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ ഇതൊരു കംപ്ലീറ്റ് സൺഡേ വ്ളോഗൊന്നുമല്ല. സോ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺഡേ വ്ളോഗാണെന്ന്. റാൻഡം കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഒക്കെ പറയുന്നതിന് വേണ്ടിയിട്ടൊരു എടുത്ത വ്ളോഗാണ്. പിന്നെ ഞങ്ങൾ തലേ ദിവസം കിടന്നപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത്, അതുകൊണ്ട് എഴുന്നേൽക്കാനും ഒക്കെ കുറച്ച് ലേറ്റായി. അതുകൊണ്ടാണ് മോർണിംഗ് ടൈം ഈ വ്ളോഗിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത്. മോർണിംഗ് എഴുന്നേറ്റപ്പോൾ വ്ളോഗിങ്ങനെ എടുക്കണമെന്ന് പ്ലാൻ ഒന്നും ചെയ്തിട്ടല്ല. നമുക്ക് TM വർക്ക്, അതായത് ടീച്ചിങ് മാനുവൽ എഴുതണമായിരുന്നു അതായത് നെക്സ്റ്റ് ഡേ. ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ എനിക്ക് സ്കൂളിൽ പോകണം പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയണ്ടേ, വ്ളോഗ്സൊക്കെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നൊരു എൻ്റെ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അതിന് മുന്നത്തെ ഫ്രൈഡേ ഈ ഒരു ആഴ്ചയായിട്ട് ഞങ്ങൾ ഉറങ്ങുന്നതൊക്കെ വളരെ എന്താ പറയുക, കുറച്ചേ ഉറങ്ങുന്നുള്ളൊരു 4 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുള്ളൂ. അത്രയും ഒരു ടഫായിരുന്നു ഷെഡ്യൂൾ. അപ്പോൾ അതിൻ്റെ കാരണം TM എഴുതി വർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്കൂളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഒരു TM തന്നെ 5-6 പേജുണ്ട്. അപ്പോൾ
എല്ലാ വിഷയത്തിൻ്റെയും ഒരു 5 TM ഒക്കെ വെച്ചിട്ട് എഴുതിക്കൊണ്ട് പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും എന്താ പറയുക, ഇത്രയും നൈറ്റിൽ ഇരുന്ന് എഴുതി പിന്നെ മോർണിംഗ് ആകുമ്പോഴാണ് നമ്മൾ ഉറങ്ങുന്നത്. ഒരു 3 മണി 5 മണി, ഫ്രൈഡേ ഒക്കെ ഞാൻ 5 മണിക്കാണ് ഉറങ്ങിയത്. 5 മണി കഴിഞ്ഞു. അപ്പോൾ ആ ടൈമൊക്കെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ രാവിലെ എണീറ്റ് നമ്മൾ കോളേജിൽ പോകണം. മൊത്തത്തിൽ അതിൻ്റെയൊക്കെ ഒരു തിരക്കായതുകൊണ്ട് അപ്പോൾ ഞാൻ ഹോസ്റ്റൽ ഷിഫ്റ്റിംഗ് വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക. എനിക്ക് ഇൻറ്റേൺഷിപ്പ് തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ, അതായത് ഇന്നിപ്പോൾ സൺഡേ വ്ലോഗാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് എനിക്ക് കോളേജിലല്ല പോകേണ്ടത്, സ്കൂളിലേക്കാണ്. അപ്പോൾ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് തന്നെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത് വെച്ച് വേണം പോകാനായിട്ട് വേണ്ടി. കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ പോർഷൻ എടുക്കാൻ പോയിരുന്നു. അന്നൊരു വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നാളെ എന്തായാലും ഒരു വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്താകും എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ 45 ദിവസത്തെ ഇൻറ്റേൺഷിപ്പാണ്. പോർഷൻസ് എടുത്ത് കൊടുക്കണം. ഇതുവരെ ഞാനിങ്ങനെ പോർഷൻസ് എടുത്ത് സ്കൂളിൽ പോയി പോർഷൻസ് എടുത്ത് കൊടുത്തിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് 5 ഡേ വെച്ച് 2 സെമിസ്റ്ററിലുണ്ടായിരുന്നു. ടോട്ടൽ 10 days ഉണ്ടായിരുന്നു. ബട്ട് ആ ദിവസം നമ്മൾ കുട്ടികളെ കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഇൻറ്റേൺഷിപ്പ് വർക്കുകളാണ് ഉണ്ടായിരുന്നത്. അതായത് ഓരോ വിഷയത്തിൻ്റേതായിട്ടുള്ള വർക്കുകൾ. പിന്നെ നമുക്ക് ഒബ്സർവേഷൻ ആയിരുന്നു ശരിക്കും. പിന്നെ ഒബ്സർവേഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, കുട്ടികളെ കൊണ്ട് പക്ഷേ ക്ലാസ് മാനേജ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ആ മാനേജേഴ്സ് ഗെയിംസൊക്കെ കളിച്ച് അങ്ങനെയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഗെയിംസ് കളിപ്പിക്കണം, അതിനൊപ്പം തന്നെ നമ്മൾ പഠിപ്പിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് എന്താകും ഇനി അങ്ങോട്ട് എന്ന് അറിഞ്ഞുകൂടാ. 40 days ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. പിന്നെ എന്താ പിള്ളേരെങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യാമെന്നൊക്കെ ഒരു ഇതുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 45 days ആണുള്ളത്. ഒക്ടോബർ 10 വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നീളാനായിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. കുറച്ചും കൂടെ നീളും. ഇപ്പോൾ 45 days പറയുമ്പോൾ ഒക്ടോബർ 10 വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നാളെ ഒരു ഷോർട്സോ അല്ലെങ്കിൽ വീഡിയോസ് വ്ലോഗ് എടുക്കണം എന്നുണ്ട്. എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റഡി റിലേറ്റഡ് വ്ലോഗ്സ് ഇടാത്തതിൻ്റെ മെയിൻ കാരണം കുറച്ച് പേർക്ക് എല്ലാവർക്കും സ്റ്റഡി വ്ലോഗ്സ് കാണണമെന്ന് ഇഷ്ടമില്ലാത്തവരായിരിക്കും. സോ നിങ്ങൾക്ക് സ്റ്റഡി വ്ലോഗ്സൊക്കെ കാണണം, എൻ്റെ ടീച്ചിങ് എന്താണെന്നൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതൊക്കെ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, അതായത് സ്കൂളിൽ പോകുന്നതിന് നമുക്കൊരു പ്രിപ്പറേഷൻ വേണമല്ലോ. അപ്പോൾ ആ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ 45 days പോകുമ്പോൾ സ്കൂളിലോട്ടൊരു കുട്ടിയെ കൊണ്ടുപോകുന്ന പോലെ സ്കൂളിലോട്ടൊരു ടീച്ചർ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം പോകാൻ. ഇത് വൈകുന്നേരമായിട്ടോ ഞാൻ ഓയിലിംഗ് ഒക്കെ ചെയ്ത് ഹെയർ ഒന്ന് സെറ്റാക്കി. നമ്മൾ ഹെയർ എന്തോരം ശ്രദ്ധിക്കുന്നു അതിനനുസരിച്ച് ഹെയർ വളരുള്ളൂ. ഇപ്പോൾ എനിക്ക് അധികം ശ്രദ്ധിക്കാനായിട്ട് സമയം കിട്ടാറില്ല. എന്നാലും ഈ ഹോളിഡേയ്സിലൊക്കെ ഞാൻ ഓയിലിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് നേരമൊക്കെ വെക്കാറുണ്ട്. പിന്നെ കുറച്ച് പേര് പറയും മുട്ട അടിച്ചതിന് ശേഷം നല്ല ഹെയർ വളരും എന്നൊക്കെ പറയും. പക്ഷെ അത് അങ്ങനെ നല്ല ഹെയർ വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കെയർ കൊടുക്കണം, എന്നാലേ ഹെയർ നന്നായിട്ട് വളരുള്ളൂ. എൻ്റെ ഹെയർ ഓയിലിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത് ഞാൻ വീക്ക്ലി 3 times ഒക്കെ നന്നായിട്ടൊരു ഓയിലിംഗ് ഒക്കെ കൊടുക്കുകയുള്ളൂ. പിന്നെ ഹെയർ ഒന്ന് ഡ്രൈ ആയെന്ന് തോന്നുമ്പോഴേ ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യാറുള്ളൂ. പിന്നെ ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്തതിന് ശേഷം ഷാംപൂ വാഷ് ചെയ്യണം. ഇല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഡോട്ട്സ് അടിഞ്ഞുകൂടി ഡാൻഡ്രഫൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ഡീപ്പ് ഓയിലിംഗ് ചെയ്തതിന് ശേഷം ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എഴുതുന്ന അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതായത് റെക്കോർഡൊക്കെ എഴുതിയിട്ട് വേണമായിരുന്നു പോകാൻ. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഞങ്ങൾ ഈ വീട്ടിൽ അധികം കുക്ക് ചെയ്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഗ്യാസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത്, അതായത് ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് കുക്കിംഗ് വരുന്നില്ല. ഞങ്ങൾ കെറ്റിലാണ് അത്യാവശ്യം ചെറിയ ചെറിയ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഒരു ബോട്ടിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. വളരെ യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബോട്ടിലാണത്. കാരണം നമുക്ക് ഹോസ്റ്റലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വെള്ളം എടുക്കാൻ പോവുക എന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഞങ്ങൾക്കെന്ന് പറയുന്നത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ മെസ്സിൻ്റെ അടുത്ത് പ്യൂരിഫയർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏത് സമയത്തും അവിടെ പോയി എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. പിന്നെ ഈ ഒരു ബോട്ടിൽ കഴുകാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ മേടിക്കുന്നത് തന്നെ.
പിന്നെ ഞങ്ങളുടെ ഒരാളുടെ ഫുഡ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്കത്തെ. അപ്പോൾ അതെല്ലാം കൂടെ ഞങ്ങൾ പിന്നെ പുറത്തുനിന്ന് ഒരു ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അവൾ വന്നപ്പോൾ. അപ്പോൾ ഞങ്ങളതെല്ലാം കൂടെ ഷെയർ ചെയ്ത് എല്ലാവരും കൂടെ കഴിച്ചു. ഇന്ന് പുട്ടും ചിക്കൻ കറി ആയിരുന്നു, ഗോതമ്പ് പുട്ടും ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഡെയിലി നൈറ്റ് ഇതുപോലെയുള്ള എന്തെങ്കിലും പലഹാരങ്ങളായിരിക്കും. അതായത് നമ്മൾ മോർണിംഗ് കഴിക്കില്ലേ, അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നൈറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ചോറും കറി അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ ഏതോ ഒരു ദിവസം മാത്രം ഞങ്ങൾക്കിങ്ങനെ ബിരിയാണിയോ മിക്സ്ഡ് റൈസോ അങ്ങനെ എന്തോ ഉണ്ട്. അതല്ലാതെ ഞങ്ങളുടെ മെനുവിൽ ഇതുപോലത്തെ ഫുഡുകളാണ് കൂടുതൽ ഉണ്ടാകാറ്, അതായത് പലഹാരങ്ങളാണ് കൂടുതൽ ഉണ്ടാവാറ്. പിന്നെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്ന് ഫോണൊക്കെ നോക്കി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.